അങ്ങനെ വാൽനക്ഷത്രം വരുന്നത് പോലെ കരിക്കിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. ജയിൽ ചില്ല് എത്രയോ നാൾക്ക് ശേഷമാണ് ഇവരുടെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുതിയ വീഡിയോസ് ഉണ്ടാകും. അതിനുശേഷം ഈ ഓണം, വിഷു അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇവരുടെ വീഡിയോ വന്നിരുന്നു. എന്നാൽ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ. അതായത് മലയാളം സിനിമയിൽ നമ്മളിപ്പോ ഈ യൂട്യൂബിൽ തമാശ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സിനിമയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കാരൊക്കെ മുമ്പ് തന്നെ മലയാള സിനിമയിലേക്ക് എൻട്രി കിട്ടാൻ എല്ലാ തരത്തിലും യോഗ്യരായിരുന്ന ഒരു ടീമായിരുന്നു കരിക്ക് എന്ന് പറയുന്നത്. 2017, 18, 19, 20 എന്നെല്ലാം പറയുന്നത് കരിക്കിന്റെ ഒരു പീക്ക് ടൈമായിരുന്നു. ശരിക്കും 2020 തോന്നുന്നു. ഞാൻ 2020 കൊറോണയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തിയേറ്ററിൽ കണ്ട സിനിമ ട്രാൻസ് ആയിരുന്നു. ട്രാൻസില് ഇവരെ, അതായത് നമ്മുടെ ഈ അനൂഖ് അനിയനെയും അവരെല്ലാം സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ഭയങ്കര ഒരു സ്വീകാര്യത ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു ഇവരൊക്കെ. ജയിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് സ്കോർ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയ ആള് നമ്മുടെ ജോർജ് ആണ്, അനൂഖ് അനിയനാണ്. ആ റോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പി ടി മാഷിന്റെ ഡയലോഗ് ഡെലിവറിയും ഇയാളുടെ കോട്ട് പറയുന്ന സാധനമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു കടുവയുടെ ഒരു സാധനം AI വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു വർക്കായിരുന്നു. അതിന്റെ കളർ സ്കീം ഒക്കെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ നന്നായി പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അറിയാലോ കരിക്കിന്റെ 2021 ശേഷം ഇങ്ങോട്ടേക്കുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു ക്വാളിറ്റി, വീഡിയോ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവരുടെ മുമ്പുള്ള വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. ആദ്യം ഇവര് കോണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, പിന്നെ ഇങ്ങോട്ടേക്ക് മേക്കിങ്ങിലും അതുപോലെ ക്വാളിറ്റിയിലും വിഷ്വൽ ക്വാളിറ്റിയിലൊക്കെ ശ്രദ്ധിച്ച് അവസാനം വീഡിയോസ് തന്നെ ഇല്ലാണ്ടായി പോയി. പക്ഷെ ഇതിലേക്ക് ഒരു സമയത്ത് തമാശയും അതുപോലെ തന്നെ അതിന്റെ മേക്കിംഗ് ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ആ സെറ്റ് അതായത് നമ്മൾ സിനിമയെല്ലാം കാണുന്ന ഒരു ജയിലിന്റെ ഒരു സെറ്റില്ല, ഏകദേശം അത്രയ്ക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ 40 മിനിറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇവരെല്ലാം ഈ താടിയും മുടിയെല്ലാം വളർത്താൻ വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ ബ്രേക്ക് എടുത്ത് നിന്നത് എന്ന് നമുക്ക് ഒരു സംശയമൊക്കെ തോന്നും. ഒരുപാട് നാളായില്ലേ ഇവരെ കണ്ടിട്ട്. സാധാരണഗതിയിൽ തീരെ വീഡിയോ ഇല്ലെങ്കിൽ പോലും ഈ ഓണത്തിനും ക്രിസ്മസിനെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ഓണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കരിക്കിന്റെ ഒരു വീഡിയോ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കരിക്കിന്റെ വീഡിയോസ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് ഒരു സമയത്ത് നമ്മുടെ ഒരു ശീലം പോലെയായിരുന്നു. അപ്പോ നമുക്കും ഒരു പഴയ ആൾക്കാരെല്ലാം തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് കരിക്കിന്റെ വീഡിയോ കാണുന്ന സമയത്ത്. ഇനി ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മതി, മൊത്തം തമാശയാണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ 40 മിനിറ്റ് വീഡിയോയിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ തമാശ അതിന്റെ കമന്റ് ബോക്സിലാണ്. എല്ലാ ആൾക്കാരും ഇവരെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാല് ലോലൻ, അതുപോലെ തന്നെ ഈ ജോർജ്, അനൂഖ് അനിയൻ, അതുപോലെ തന്നെ കൃഷ്ണചന്ദ്രൻ ഇല്ലേ, പ്രചണ്ഡൻ പ്രകാശൻ, ആ പിഷ്കു എന്നാക്കുന്ന ചങ്ങായി, അയാളുടെ എല്ലാം പെർഫോമൻസ് കാണുന്ന സമയത്ത് ഇവർ ഈ ഒരു 14 ഇഞ്ച് 13 ഇഞ്ച് ഫോൺ സ്ക്രീനിൽ ഇവരുടെ പെർഫോമൻസ് കാണേണ്ടതല്ല. ശരിക്കും ഇവര് ഒരു വലിയ സ്ക്രീൻ, അതായത് തിയേറ്റർ സ്ക്രീൻ ഡിസർവ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. നമുക്കാണ് അതിന്റെ ആക്ച്വലി വലിയ നഷ്ടം എന്ന് പറയുന്നത്. അതായത് തമാശകളാണെങ്കിലും കൗണ്ടർ ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും ഇതിൽ നമ്മളെ ജോർജ് നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെ പോരുന്ന ഒരു സാധനം അവിടെ വെച്ചിട്ട് പോകുന്ന ഒരു തമാശ ഉണ്ട്. അത് നമ്മൾ ആദ്യം വിചാരിക്കും പടി കിട്ടും പക്ഷെ അടി കുറച്ചായിട്ടാണ് കിട്ടുക. ആ തമാശകൾ നന്നായിരുന്നു കേട്ടോ. അത് വലിയ സ്ക്രീനിൽ വന്നാലല്ലേ നമുക്ക് നല്ല മൊമെന്റ് കിട്ടും, അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള നല്ല മൊമെന്റ് കിട്ടും. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ഈ കരിക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ഇല്ലേ, ഈ ഒരു കരിക്ക് എന്ന് പറയുന്ന ടീമിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ട് സിനിമയിൽ മാറിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവരങ്ങനെ സിനിമകളൊന്നും ചെയ്യാറില്ല. പക്ഷെ അത് ആക്ച്വലി നഷ്ടമാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന നോക്കിയേ, യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലെല്ലാം എന്ത് ചവർ വളിപ്പ് ചെയ്യുന്ന ആൾക്കാർ വരെ സിനിമയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത്രയും നല്ല ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും അത് നമുക്ക് എപ്പോഴും ഒരു മിസ്സായിരിക്കും. ഓഡിയൻസ് എന്ന നിലയ്ക്ക് നമുക്ക് എപ്പോഴും അതൊരു വലിയ മിസ്സായിരിക്കും. പിന്നെ ഈ എപ്പിസോഡിൽ തമാശയുടെ എണ്ണം കുറവാണ്. അതായത് വലിയ അങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ചില സാധനങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ ജോർജും ഡോളിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരനായിട്ട് അഭിനയിച്ച ഒരു ആണ്, റിനോ റിജു അങ്ങനെ ആർട്ടിസ്റ്റിന്റെ പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല, നന്നായിരുന്നു. അതുപോലെ തന്നെ അവസാനം നമ്മളെ ഇതായിട്ട് വന്ന ആനന്ദ് മാത്യു ആണോ ഉണ്ണി മാത്യു ആണോ എന്നറിയില്ല, ഏതോ ഒരു മാത്യു,
ആ റോൾ നന്നായിരുന്നു കേട്ടോ. അയാളെ ഞാൻ ഒരിക്കലും ആ ഒരു റോളിൽ പ്രതീക്ഷിച്ചില്ല. പിന്നെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ ടൈമിങ്ങും ഡയലോഗും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മേക്കിംഗ് ക്വാളിറ്റിയും അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ആ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ജയിൽ തന്നെ ആയിട്ടുണ്ട്. ഒരു സിനിമ കാണും അതേ ഫീലിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്താണ് ആക്റ്റീവായിട്ട് നിൽക്കുക, കുറച്ചുകൂടി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിസ്സിംഗ് ഫീൽ അങ്ങനെ ഉണ്ടാവില്ല. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇവർ പഴയ വീഡിയോസിന്റെ മുറിച്ചെടുത്ത ഭാഗങ്ങളാണ് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ, സിനിമയിലേക്കും കൂടി വന്നു കഴിഞ്ഞാലില്ലേ, നമുക്ക് നല്ല നല്ല ചിരിക്കാനുള്ള മൊമെന്റും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇതാണ് ജയിൽ ചില്ല്. നിങ്ങൾ കൂടി ഇത് കണ്ടു വെക്കുക. വലിയ ചിരിയൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമുക്ക് പരിചയമുള്ള പഴയ ഒരു ടീം തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും കിട്ടും. സോ സി എൻ ദി നെക്സ്റ്റ് വീഡിയോ.